വിലക്കപ്പെട്ട പ്രണയം ഭാഗം 54. പിറ്റേ ദിവസം രാവിലെ തന്നെ എബിയും ആമിയും പോകാനിറങ്ങി. രാവിലെ തന്നെ ഇറങ്ങിയാലേ എറണാകുളത്ത് ഫ്ലാറ്റിൽ കയറി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഉച്ചയ്ക്ക് മുൻപെങ്കിലും വീട്ടിലേക്ക് എത്താനാവൂ. അതുകൊണ്ട് രണ്ടുപേരും വേഗം പോകണമെന്ന് കരുതി ഇറങ്ങി. ലതാമ്മയ്ക്കും ഋഷിക്കും ശ്രുതിക്കുമൊക്കെ ആകെ സങ്കടമാണ്. അവരാകെ വിഷമത്തോടെയായിരുന്നു അവളെ യാത്രയാക്കാൻ നിന്നത്. പോട്ടെ ലതാമ്മേ, ഋഷിയേട്ടാ, ചേച്ചി, എല്ലാവരോടും യാത്ര പറഞ്ഞ് ആമി കാറിലേക്ക് കയറാനൊരുങ്ങി. പോയിട്ട് വരാമെന്ന് പറയൂ കുട്ടി. അത് പറഞ്ഞതും ലതാമ്മ അവളെ തിരുത്തി. ഒരു നിമിഷം നിറഞ്ഞു വന്ന കണ്ണുകളിൽ നിന്ന് മിഴിനീർ ഒഴുകിയിറങ്ങുന്നതിന് മുൻപ് തന്നെ ആമി അവ തുടച്ചു നീക്കിയിരുന്നു. അവിടെ നിന്ന് നേരെ ഫ്ലാറ്റിലേക്ക്. അവിടെ നിന്ന് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് തിരികെ വെക്കാൻ അത്യാവശ്യം സമയം വേണ്ടി വന്നിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രാവിലെ 10 മണിയായിരുന്നു. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. അടുത്ത തവണ വരുമ്പോൾ നമുക്ക് കുന്നുംപുറത്തും എൻ്റെ വീട്ടിലൊക്കെ പോകാൻ കേട്ടോ. എന്താ, ഓക്കെ അല്ലേ? പോകുന്ന വഴിക്ക് എബി ചോദിച്ചതും ആമി ഒന്ന് തലയാട്ടി. അവരുടെ കൂടെ സംസാരിച്ചും നിന്നും കൊതി തീർന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരം മാത്രമാണ് കാറിലുള്ളത്. മനസ്സിപ്പോഴും അവിടെ അവരുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരികെയുള്ള യാത്രയിൽ ആമി ആകെ മൂഡ് ഓഫ് ആയിരുന്നു. ആമി ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ എബിക്കും ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. ആകെ സൈലൻ്റ് ആയൊരു യാത്രയായിരുന്നു തിരികെ ഉണ്ടായിരുന്നത്. അങ്ങനെ തിരികെയുള്ള യാത്രയിൽ മുത്തശ്ശി ആമിയെ വിളിച്ചിരുന്നു. അങ്ങോട്ടുള്ള യാത്രയിലാണെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് നല്ല സന്തോഷമായി. മാത്രമല്ല അത് കഴിഞ്ഞ് ആമി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശി എബിയെയും വിളിച്ചിരുന്നു. അവനും അങ്ങോട്ടേക്കുള്ള യാത്രയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നീണ്ട നേരത്തെ യാത്രയ്ക്കൊടുവിൽ രണ്ടുപേരും വീട്ടിലെത്തി. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മുത്തശ്ശി ഹാളിലേക്ക് ഓടി വന്നു. ആഹാ, ഇതെന്താ രണ്ടുപേരും ഒരുമിച്ച്? ഇതിനെ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. എബി അങ്ങനെയാണ് പറഞ്ഞത്. ആമിയും അതിന് തലയാട്ടി. അകത്തേക്ക് വാ രണ്ടും എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറി. ആമി അകത്തേക്ക് കയറുമ്പോഴും വലിയ ഉത്സാഹമൊന്നുമില്ലാത്ത രീതിയിലാണ് സംസാരം. ആമി മോൾക്ക് നാട്ടിൽ പോയി വന്നപ്പോൾ ആകെ സങ്കടമാണല്ലോ. എന്തു പറ്റി? താടിയിൽ പിടിച്ച് കൊഞ്ചിക്കും പോലെ മുത്തശ്ശി ചോദിച്ചതും ആമി ഒന്നുമില്ലെന്ന് പറഞ്ഞു. എവിടെ? ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളൊക്കെ എവിടെ? 2 ദിവസമായിട്ട് അനീറ്റയും ജസ്റ്റിനും കുഞ്ഞും ഒന്നും ഇവിടെ ഇല്ല. അവൻ്റെ വീട്ടിൽ പോയിരിക്കുവാണ്. പിന്നെ ഗ്രേസി അകത്തെന്തോ ഫേസ് പാക്കോ മറ്റോ ഒക്കെ ഇടുകയാണെന്ന് പറഞ്ഞു. ഓ, വയസ്സാം കാലത്ത് തള്ളയുടെ ഓരോ വട്ട്. മുത്തശ്ശി ചെറിയ മമ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ എബി പിറുപിറുത്തതും ആമി അത് കേട്ട് ചിരിച്ചുപോയി. കുറച്ച് സമയം കൂടി അവിടെ നിന്ന് മുത്തശ്ശിയുടെ കൂടെ സംസാരിച്ചിരുന്നു. അതിനുശേഷം എബിയും ആമിയും മുകളിലേക്കുള്ള തങ്ങളുടെ മുറിയിലേക്ക് കയറിപ്പോയി. അവിടെ എത്തി ഒന്ന് ഫ്രഷായി കുറച്ച് സമയം രണ്ടുപേരും ഒന്ന് വിശ്രമിച്ചു. ആമി പിന്നെ അധികം സമയം അവിടെ നിൽക്കാതെ വേഗം തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തി. പോയപ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞു. അവൾക്ക് മുത്തശ്ശിയോട് പറയാനുണ്ടായിരുന്ന വിശേഷങ്ങളെക്കാൾ കൂടുതൽ മുത്തശ്ശിക്ക് അവളോട് പറയാനുണ്ടായിരുന്നു. ഈ 2-3 ദിവസം കൊണ്ട് സംഭവിച്ച ഓരോ ചെറിയ കാര്യങ്ങൾ പോലും മുത്തശ്ശി അവളോട് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു സെർവൻറ്റ് മുകളിലേക്ക് അവനുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. ഒടുക്കം വൈകുന്നേരമായപ്പോഴാണ് മുകളിൽ നിന്ന് അവനൊന്ന് താഴേക്കിറങ്ങിയത്. അവൻ താഴേക്കിറങ്ങി വരുമ്പോൾ ചായയൊക്കെ കുടിച്ച് വരാന്തയിലിരുന്ന് മുത്തശ്ശിയും ആമിയും ചെറിയ മമ്മിയും ഒക്കെ കൂടി നല്ല സംസാരത്തിലാണ്. ചെറിയ മമ്മിയും മുത്തശ്ശിയും വരാന്തയിലിട്ടിരിക്കുന്ന ചൂരൽ കസേരകളിലായിട്ടിരിക്കുകയാണ്. ആമി താഴെ സ്റ്റെപ്പിലായിട്ടും. എബി നേരെ വന്ന് താഴെ ആമിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ചെറിയ മമ്മിയുടെ മുഖം ഒന്ന് മാറി. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടയിലേക്ക് ചെറിയ മമ്മിയും കടന്നു വന്നിരുന്നു. ഫേസ് പാക്ക് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. മുത്തശ്ശി ഓരോന്ന് പറയുമ്പോൾ അതിനെതിരായിട്ടും ഇടയ്ക്ക് ആമിയെ കുത്തിയും ഓരോന്നൊക്കെ ചെറിയ മമ്മി പറയാൻ മറന്നില്ല. പക്ഷേ മുത്തശ്ശിയും ആമിയും അത് ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ കളയുകയാണ് ചെയ്തത്. അത് വൈകുന്നേരം വരെയുള്ള സമയം അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചൊക്കെ തീർന്നു. ശനിയാഴ്ച ഓഫീസിൽ പോയില്ല. ഇറങ്ങിയെത്തിയപ്പോൾ തിങ്കളാഴ്ചയും പോകാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. രണ്ടുപേരും അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോയിട്ട് ആളുകളെ തിരികെ വന്നിട്ടില്ല. ഇടയ്ക്കെപ്പോഴോ മുത്തശ്ശിയെ ഫോൺ വിളിച്ചാണ് വിശക്കുന്നു എന്ന് പറഞ്ഞത് തന്നെ ചെറിയ മമ്മിയും മുത്തശ്ശിയും കയറി. എല്ലാവരും അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വരാന്തയിൽ ആമിയും എബിയും മാത്രമായി. അനീറ്റ അങ്ങനെ ചോദിച്ചത് ആമിയിലൊരു സംശയം ഉണ്ടാക്കിയിരുന്നു. അവൾ അതേ സംശയത്തോടെ എബിയെ നോക്കി ഒന്ന് പുരിക ഉയർത്തി. അതിൽ നിന്ന് തന്നെ അവൾ എന്താണ് തന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായിരുന്നു. അവനതിന് ഒന്നുമില്ല എന്ന രീതിയിൽ അവളെ നോക്കി കണ്ണടച്ചു കാണിച്ചു.
രണ്ടുപേരും അകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും സോഫയിലിരുന്ന് എന്തൊക്കെയോ സംസാരത്തിലാണ്. ആമി നേരെ അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി, എബി തൻ്റെ മുകളിലെ മുറിയിലേക്കും. ശിവാമിയും എബിച്ചായനും ഒന്ന് അവിടെ നിന്നേ. അനു വിളിച്ചതും പിടിച്ചു കെട്ടിയതുപോലെ രണ്ടുപേരും അവിടെ തന്നെ നിന്നുപോയി. അനീറ്റ അങ്ങനെ രണ്ടുപേരെയും വിളിച്ചത് കേട്ടതും ബാക്കിയുള്ള എല്ലാവരും അവളെയും എബിയെയും ആമിയെയും ഒക്കെ മാറി മാറി നോക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ഒന്നിവിടെ വന്നിരിക്കാൻ പറ്റുമോ? വളരെ വിനയത്തോടെ രണ്ടുപേരോടുമായി അനു പറഞ്ഞതും എബിയും ആമിയും തിരികെ നടന്ന് അവിടെ വന്നു നിന്നു. ശിവാമി കഴിഞ്ഞ ദിവസമൊക്കെ എവിടെയായിരുന്നു? അനു ചോദിച്ചതും ആമിയുടെ മുഖം ആകെ മാറി. അവൾ അങ്ങനെ തന്നെ നിന്നുപോയി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. കുറച്ച് സമയം കഴിഞ്ഞതും ആമിയൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അനീറ്റ വീണ്ടും ചോദിച്ചു. ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ. ആമി ഒരു കണക്കിന് ഉത്തരം പറഞ്ഞു. തൻ്റെ വീടെവിടെയാ? എറണാകുളത്ത് വടശ്ശേരിയിലാണ്. ഓക്കെ, താൻ വീട്ടിലായിരുന്നു. എബിച്ചായൻ എവിടെയായിരുന്നു? അനു എബിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാൻ എറണാകുളത്ത് എൻ്റെ ഫ്ലാറ്റിൽ. എബിച്ചായൻ മാത്രമേ ഫ്ലാറ്റിലുണ്ടായിരുന്നുള്ളൂ? അനു ഒന്ന് ഊന്നി ചോദിച്ചതും എബി ആമിയെ ഒന്ന് നോക്കി. അവളാകെ പതറി നിൽക്കുവാണ്. യെസ്, അല്ലാതെ വേറെ ആരുണ്ടാവാൻ? എബി വളരെ നിസ്സാരം എന്ന പോലെയാണത് പറഞ്ഞത്. ആണോ? അപ്പോൾ നമ്മൾ കണ്ടത് ഇവരായിരിക്കില്ല അല്ലേ ഇച്ചായ? അനു ജസ്റ്റിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും ജസ്റ്റിൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഇതൊന്ന് നോക്കെല്ലാവരും എന്ന് പറഞ്ഞ് ജസ്റ്റിൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് എന്തോ ഒന്ന് ചെറിയ മമ്മിയെയും മുത്തശ്ശിയെയും ഒക്കെ നടന്ന് കാണിച്ചു കൊടുത്തു. അതിലേക്ക് നോക്കിയപ്പോൾ തന്നെ രണ്ടുപേരുടെയും മുഖഭാവങ്ങൾ മാറുന്നത് ആമിയും എബിയും ഒക്കെ കണ്ടിരുന്നു. ആമിക്കാണെങ്കിൽ ആകെ പേടിയോ വെപ്രാളമോ അങ്ങനെ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങിയിരുന്നു. അവളൊന്നും മിണ്ടാതെ ആകെ സ്തംഭിച്ചതുപോലെ നിൽക്കുവാണ്. അവൾ ചെറുതായിട്ട് ഒന്ന് എബിയെ കണ്ണുയർത്തി നോക്കി. അവനാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ വളരെ കൂളായിട്ട് അവരെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. എബി, എന്തായി കാണുന്നത്? മുത്തശ്ശി അത് കണ്ടു കഴിഞ്ഞതും അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു. എന്തിനാ അവനെ പറയുന്നത്? ഇവളോട് ചോദിക്ക് ചേച്ചി കുഞ്ഞെ. ഇവളായിരിക്കും നമ്മുടെ മോനെ വശീകരിച്ചത്. അല്ലെങ്കിലും ഇവളെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. മുത്തശ്ശി പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെറിയമ്മി ഓരോന്ന് പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പം എന്താ ഇവിടെ പ്രശ്നം? ഞങ്ങളോട് എന്താ കാര്യമെന്ന് പറയാതെ ഇവരെ മാത്രം ആ ഫോട്ടോ കാണിച്ചിട്ട് ഓരോന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇതുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുകൂടി പറയും. ഫോണിൽ മുത്തശ്ശിയും ചെറിയ മമ്മിയെയും എന്താണ് കണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എബി അതാണ് ചോദിച്ചത്. അവൻ്റെ നിസാരം പോലുള്ള ചോദ്യം കേട്ടതും ചെറിയ മമ്മിയും മുത്തശ്ശിയും അവനെ ഒരുപോലെ ദേഷ്യത്തോടെയാണ് നോക്കിയത്. ആമിയാണെങ്കിൽ അത് പേടിച്ച് ആകെ വല്ലാതെ നിൽക്കുകയാണ്. എബി മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തൻ്റെ കയ്യിലേക്ക് വാങ്ങി. നോക്കിയപ്പോൾ കാണുന്നത് താനന്ന് ആമിയെയും കൊണ്ട് ലുലുമാളിൽ പോയപ്പോൾ ആരോ തങ്ങൾ അറിയാതെ എടുത്തിരിക്കുന്നൊരു ഫോട്ടോയായിരുന്നു. ഈ ഫോട്ടോയിലിപ്പോൾ ഇതിന് മാത്രം എന്താ ഉള്ളത്? എബി വളരെ കൂളായിട്ടാണ് അത് ചോദിച്ചത്. ആ ഫോട്ടോയിൽ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നാൻ മാത്രം ഒരു കാര്യവുമില്ല. പക്ഷേ ആ ഫോട്ടോയിൽ കാണുന്ന രണ്ടുപേര് ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ കഴിയുമ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? അനീറ്റയാണ് അങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും ഒരു നിമിഷം എല്ലാവരും ഞെട്ടലോടെ ആമിയെയും എബിയെയും മാറി മാറി നോക്കി. എന്താ ഈ കേൾക്കുന്നത് എബി? മുത്തശ്ശി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. എബി അപ്പോഴും വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ താൻ ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഇവരീ പറയുന്നതൊക്കെ നേരാണോ എബി? മുത്തശ്ശി വീണ്ടും ചോദിച്ചു. അതെ. തെല്ല് നേരം പോലും ചിന്തിക്കാതെ വേഗത്തിൽ തന്നെ അവൻ്റെ ഉത്തരവും വന്നിരുന്നു. അവൻ പറയുന്നത് നോക്ക്. മമ്മിയുടെ അതേ അഹങ്കാരം അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിട്ടും അതിൻ്റെ വല്ല പേടിയോ വെപ്രാളമോ അവനുണ്ടോ നോക്ക്. അവൻ്റെ ആരെയും ഗൗനിക്കാത്തത് പോലുള്ള സംസാരം കേട്ടതും ചെറിയ മമ്മി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. നിങ്ങൾ നിർത്തിക്കോ. കുറെ നേരമായി അമ്മയും മോളും കൂടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ താമസിക്കാൻ വന്നതാണെങ്കിൽ താമസിച്ചിട്ട് പോകാൻ നോക്കണം. അല്ലാതെ വീട്ടിലുള്ളവരുടെയും നാട്ടിലുള്ളവരുടെയും കാര്യം അന്വേഷിക്കാൻ നിൽക്കണ്ട. എബി. അവൻ്റെ ശബ്ദം ഒന്ന് ഉയർന്നപ്പോൾ തന്നെ മുത്തശ്ശി അവനെ ശകാരത്തോടെ വിളിച്ചു. അമ്മാമ്മയ്ക്ക് എന്നേക്കാൾ കാര്യം സ്വന്തം അനിയത്തിയായിരിക്കാം. പക്ഷേ എനിക്കെല്ലാവരിലും വലുത് എൻ്റെ മമ്മിയും പപ്പയും തന്നെയാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനിവർക്ക് എന്നെ പറഞ്ഞാൽ പോരെ? അപ്പോൾ തന്നെ എൻ്റെ മമ്മിയുടെ കുറ്റം പറയും. പല തവണ ഞാൻ ഇതിനെക്കുറിച്ച് ഇവരെ വാൺ ചെയ്തതാണ്. എന്നിട്ട് പിന്നെയും. എബി ദേഷ്യത്തോടെ തന്നെ ചെറിയ മമ്മിയുടെ നേർക്ക് കൈ ചൂണ്ടിയാണ് സംസാരിക്കുന്നത്. അത് കേട്ടതും ഒരു നിമിഷം അവർക്കും തിരിച്ച് ദേഷ്യം ഇരച്ചു വന്നു. ചേച്ചിക്കുഞ്ഞിവൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തും ഏതും ആരോടും പറയാനായി. ഇതൊക്കെ ഇവള് പഠിപ്പിച്ചു തന്നാണോ? ആമിയെ നോക്കി പുച്ഛത്തോടെയാണ് ചെറിയ മമ്മി അത് ചോദിച്ചത്. ഇനി അവളുടെ മെക്കിട്ട് കയറണ്ട. നിങ്ങൾക്കറിയേണ്ടത് എന്താ? ഞാനും അവളും ഈ 2 ദിവസം ഒരുമിച്ചായിരുന്നോ അല്ലയോ എന്നല്ലേ? എങ്കിൽ കേട്ടോ, ഈ കഴിഞ്ഞ 2 ദിവസം ഞാനും ഇവളും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പേരും എറണാകുളത്തുള്ള എൻ്റെ ഫ്ലാറ്റിലായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്നല്ലോ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല.
പറയാനുള്ളതെല്ലാം ഞാൻ എൻ്റെ അമ്മാമ്മയോട് പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശി എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. അതുകൂടി കണ്ടതും ആമിക്കാകെ സങ്കടമായി. കരയാതെ കണ്ണുനീരെല്ലാം പിടിച്ചു നിർത്തിയിട്ടുണ്ട് എങ്കിലും ഉള്ളിൽ ഒരു കടൽ ആർത്തിരമ്പുകയാണ്. മുത്തശ്ശി അങ്ങനെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയപ്പോൾ പിന്നിൽ നിന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ താൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളിലിരുന്ന് ആരോ ചോദിക്കുന്നത് പോലെ. മുത്തശ്ശിയുടെ മനസ്സ് ഈയൊരു കാരണം കൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ താൻ തെറ്റ് ചെയ്തത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ കാലിൽ വീണ് മാപ്പ് പറയാനും താൻ തയ്യാറാണെന്ന് അവൾ ആ നിമിഷം ചിന്തിക്കുകയായിരുന്നു. ആമി മാത്രമല്ല, മുത്തശ്ശി അങ്ങനെ ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ടപ്പോൾ എബിയും ആകെ വല്ലാതെയായി. ഈ കാര്യം ഇന്നോ നാളെയോ ആയിട്ട് ഞാൻ തന്നെ മുത്തശ്ശിയോട് പറയാനിരുന്നതാണ്. അതിത്രയും വലിയൊരു പ്രശ്നമാക്കി ഇങ്ങനെയൊരു കുടുംബകലഹം ഉണ്ടാക്കി തന്നതിന് തള്ളയോടും മോളോടും നന്ദി പറയുന്നു. പിന്നെ നീയൊക്കെ ഡിവോഴ്സ് ആവുകയോ ചത്തു തൊലയുകയോ എന്താന്ന് വെച്ചാൽ അയക്കോ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 3 എണ്ണവും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. പറയുന്നത് എബിൻ എബ്രഹാമാണ്. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അവൻ്റെ മുഖമാകെ ചുവന്നു വന്നിരുന്നു. കണ്ണുകളിൽ പിടച്ചു നിൽക്കുന്ന ഞരമ്പ് അവൻ്റെ ഉള്ളിലെ ദേഷ്യത്തിൻ്റെ ആഴം അറിയിച്ചു കൊടുത്തു. അവൻ്റെ ദേഷ്യത്തിന് മുന്നിൽ മറുത്തൊരക്ഷരം പോലും പറയാതെ എല്ലാവരും പകച്ചു നിന്നുപോയിരുന്നു. നീയൊരു നല്ലവനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ തള്ളയുടെയും മോളുടെയും കൂടി നീ ഒരു നട്ടലില്ലാത്തവനായി. മുറിയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റിനെ നോക്കി പറയാനും എബി മറന്നില്ല. പിന്നെ നിന്നെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ ഇവിടെ പരസ്യമായി പറയാൻ എനിക്കറിയാമയ്യാഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു നിലപാടുണ്ട്, അഭിമാനമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ അധികം വൈകാതെ ഇതിനുള്ളത് ഞാൻ നിനക്കും തന്നിരിക്കും. അനീറ്റയോടും കൂടി അങ്ങനെ പറഞ്ഞുകൊണ്ട് എബി തിരികെ മുകളിലേക്ക് നടക്കാനൊരുങ്ങി. തിരികെ മുകളിലേക്ക് നടന്നപ്പോൾ അവൻ ഒന്നുകൂടി അവിടെ തന്നെ നിന്നു. ശേഷം വീണ്ടും പടികളിറങ്ങി താഴേക്ക് വന്നു. ചുറ്റും നടക്കുന്നത് എന്താണ് ഏതാണെന്നറിയാതെ ഇപ്പോഴും ഒരുതരം സ്തംഭിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ആമി അന്നേരം. തല കുനിച്ച് നിന്നിടത്ത് തന്നെ നിൽക്കുന്നവളെ കണ്ട് ഒരു നിമിഷം അവന് ദേഷ്യവും അതുപോലെ തന്നെ പാവവും തോന്നി. ഒന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ മുകളിലേക്ക് നടന്നു. എല്ലാവരും അത് നോക്കി നിന്നതല്ലാതെ മറുത്തൊന്നും പറയാൻ നിന്നില്ല. ആമിയുമായി അവൻ മുകളിലേക്കെത്തി അവളെ അവിടെയുള്ള ഹാളിലിട്ടിരിക്കുന്ന സോഫയിലേക്കിരുത്തി. അതിനെതിരായിട്ട് അവനും ഇരുന്നു. ശിവ. അപ്പോഴും മുഖം കുനിച്ചിരിക്കുന്നവളെ തീർത്തും ഗൗരവത്തിലായിരുന്നു അവൻ വിളിച്ചത്. അവൻ്റെ ആ ഒരു വിളിയിൽ തന്നെ അവൾ മുഖമുയർത്തി നോക്കി. പക്ഷേ അപ്പോൾ തന്നെ ഇത്രയും നേരം അവൾ തടഞ്ഞു നിർത്തിയിരുന്ന കണ്ണുനീർ ഒഴുകിയിറങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എബിക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരികയാണ് ചെയ്തത്. ശിവ, ദേഷ്യം കയറിയിട്ട് എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. വെറുതെ ഇങ്ങനെ കിടന്ന് കരഞ്ഞ് എന്നെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. ഇതുവരെ ഇല്ലാത്തത്രയും ഗൗരവത്തിലാണ് അവൻ സംസാരിക്കുന്നത്. ഗൗരവത്തിന് പുറമെ അതിൽ കൂടുതൽ നിന്നിരുന്നത് ദേഷ്യം തന്നെയായിരുന്നു. അവൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ അവൾ മുഖമുയർത്തി കൈ ഉപയോഗിച്ച് മുഖത്തുണ്ടായിരുന്ന കണ്ണുനീര് മുഴുവൻ തുടച്ചു നീക്കി. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? വളരെ ഗൗരവത്തോടെ അവൻ അവളോട് ചോദിച്ചു. ആമി ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. പിന്നെ താൻ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തലകുനിച്ച് നിൽക്കാം, കരയാം. ഇവിടെ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് താൻ തന്നെ കരുതുന്നത്. പിന്നെയും എന്തർത്ഥത്തിലാണ് താൻ ഈ കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ മുത്തശ്ശി, അമ്മാമ്മയുടെ കാര്യമാണോ? എബി ചോദിച്ചതും ആമി അതേ എന്ന രീതിയിൽ തലയാട്ടി. അമ്മാമ്മ ഇങ്ങനെയൊരു കാര്യത്തിന് വിഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മാമ്മ എന്ത് കാര്യമുണ്ടെങ്കിലും അതെല്ലാം വ്യക്തമായി അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും തീരുമാനിക്കുള്ളൂ. അതല്ല, ഞാൻ കാരണം മുത്തശ്ശിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അമ്മാമ്മയെ കണ്ടു കളയാം. ഇപ്പോൾ ആ താടകമാരും ആ ഒരു പിശാചും ഒക്കെ താഴെ നിൽക്കുന്നുണ്ടാകും. അവരൊക്കെ ഒന്ന് മുറിയിലേക്ക് പോയിട്ട് നമുക്ക് അമ്മാമ്മയുടെ അടുത്തേക്ക് പോകാം. ഇന്ന് തന്നെ എല്ലാം സംസാരിച്ച് തീർത്തിട്ട് തന്നെ കാര്യം. എബി പറഞ്ഞതും ആമി തലയാട്ടി. പിന്നെ താൻ എന്തിനാ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ കിടന്ന് കരയുന്നത്? തോട്ട് യു ആർ ബോൾഡ് ഇനഫ് ടു ഫേസ് പ്രോബ്ലംസ് ബട്ട് യു ആർ നോട്ട്. എന്തിനും ഏതിനും താൻ കരയുവാണ്. അതത്ര നല്ല ശീലമല്ല. യു ആർ ബോൾഡ്, സോ ട്രൈ ടു കൺട്രോൾ യുവർ ഇമോഷൻ ശിവ. അവളുടെ കയ്യിൽ ഒന്ന് മുറുക്കി പിടിച്ചുകൊണ്ട് എബി പറഞ്ഞു കൊടുത്തതും ആമി അത് മനസ്സിലായ രീതിയിൽ തലയാട്ടി. എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ മുത്തശ്ശിയോട് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? തനിക്ക് പലപ്പോഴും തൻ്റെ കാര്യങ്ങളൊക്കെ അമ്മാമ്മയോട് പറയാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ താനത് പറഞ്ഞിട്ടില്ല. അത് തൻ്റെ തെറ്റാണ്. പിന്നെ ഇപ്പോഴുള്ള ഈ പ്രശ്നം എൻ്റെ മുന്നിൽ അതത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അമ്മാമ്മയോട് തുറന്നു പറയണം എന്ന് തന്നെ കരുതിയിരുന്നതാണ്. രണ്ടുപേരും അങ്ങനെ തന്നെ ഇരുന്ന് കുറച്ച് സമയം സംസാരിച്ചപ്പോൾ തന്നെ ഉള്ളിലുണ്ടായിരുന്ന ടെൻഷനൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നത് അറിയുന്നുണ്ടായിരുന്നു. എബിക്ക് ഈയൊരു കാര്യത്തെക്കുറിച്ച് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആമിക്കായിരുന്നു ടെൻഷനും പേടിയും ഒക്കെ മുഴുവനും. പക്ഷേ കുറച്ച് സമയം അങ്ങനെ എബിയോട് സംസാരിച്ചപ്പോൾ തന്നെ അവളുടെ ടെൻഷൻ മുഴുവൻ ഇല്ലാതായി പോകാൻ തുടങ്ങിയിരുന്നു. അവളായിട്ട് അധികം സംസാരിച്ചില്ലെങ്കിലും അവൻ സംസാരിക്കുന്നതൊക്കെ അവൾ നല്ലൊരു കേൾവിക്കാരിയെ പോലെ കേട്ടിരുന്നു.
അങ്ങനെ വളരെ കുറച്ച് സമയം മാത്രം അങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഉള്ളിലുണ്ടായ പ്രയാസം മുഴുവൻ അവളിൽ നിന്ന് അലിഞ്ഞില്ലാതായി പോയിട്ടുണ്ടായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.